ഹലോ ഗൈസ്, എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നൂഡിൽസ് ഈറ്റിംഗ് ചലഞ്ച് ആണ്. അപ്പം യുപ്പി നൂഡിൽസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ടോട്ടല് 10 നൂഡിൽസ് ആണുള്ളത്. 10 നൂഡിൽസ് എന്ന് വെച്ചാൽ 10 കട്ട നൂഡിൽസ് ആണുള്ളത്. അപ്പം യുപ്പി നൂഡിൽസ് ആണ് അതിനായിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ വീഡിയോ ഇപ്പോഴേ ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി ഇടാനും മറന്നു പോകരുത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് നൂഡിൽസ് എടുക്കാം. ഇതാണ് നമ്മൾ വാങ്ങിച്ച നൂഡിൽസ്. മൊത്തം 10 പാക്കറ്റ് ഉണ്ട്. ഇതിനകത്ത് 2 എണ്ണം ഉണ്ട്, 3 എണ്ണം ഇതിനകത്ത് 2 എണ്ണം, ബാക്കി 4 എണ്ണം ഉണ്ട്. അങ്ങനെ മൊത്തം 10 പാക്കറ്റ് ഉണ്ട്. നമുക്ക് കുക്കിങ്ങിലോട്ട് കിടക്കാം. ഇതാ നൂഡിൽസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ 10 മിനിറ്റാണ് ടൈം വെച്ചിരിക്കുന്നത്. 10 മിനിറ്റിനുള്ളിൽ ആദ്യം കഴിക്കുന്നോ അവരായിരിക്കും വിന്നർ. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചൂടാണ് ഗൈസ്, ചൂടാണ്. അതുകൊണ്ട് പെതേ കഴിക്കാൻ പറ്റത്തുള്ളൂ. നല്ല ചൂടുണ്ട്, നല്ല എരിവുണ്ട്. അത് മാത്രമല്ല, ഈ ഒരു ഉച്ച സമയത്ത് കഴിക്കുമ്പോൾ വയറ്റിനൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. ഇപ്പം തന്നെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഇനി ബാക്കിയാകുമ്പോൾ എന്താണ് അവസ്ഥയെന്ന് അറിയില്ല. പറയാൻ പറ്റില്ല, ഇത്ര ചൂട്, ഭയങ്കര ചൂട്. വയറൊക്കെ ഞാൻ പൊള്ളുന്നു. തിന്നാൻ വയ്യ ഗൈസ്, സത്യം പറഞ്ഞാൽ നിർത്തണമെന്നുണ്ട്. ഇത് ഞാനാ തന്നെ ജയിക്കും. ഞാൻ മിക്കാറും തോന്നുന്നുണ്ടോ. ഇപ്പോൾ 3 മിനിറ്റ് ആയിട്ടുണ്ട്. സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗായ്സ്, എനിക്കൊരു ഡൗട്ട്. ഇവന്റെ വയറ്റിൽ തന്നെയാണ് പോകുന്നത്. എനിക്ക് ഡൗട്ട് ഉണ്ട്. കാരണം ഇതെനിക്ക് തിന്നാൻ വയ്യ. ഇവൻ എങ്ങനെ തിന്നുന്നു എന്നാണ് എനിക്കറിയാത്തത്. എനിക്ക് ഇനി കുറച്ചുകൂടെ ഉള്ളു. അവൻ്റെ പ്ലേറ്റ് പോകുക ഇഷ്ടം പോലെ ഉണ്ട്. ഇനി കുറച്ചുകൂടെ ഉള്ളു എനിക്ക്. നമുക്ക് ഏകദേശം എനിക്ക് തീരാറായിട്ടുണ്ട്. ഈ കുറച്ചും കൂടെ ഉള്ളു. സമയത്താവും.
എനിക്ക് തീർക്കടാ. അപ്പം ഞാൻ 4 മിനിറ്റ് 33 സെക്കൻഡ് ഉള്ളിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഗൈസ് ഞാൻ തോൽവി സമ്മതിക്കുന്നു. അപ്പോൾ ഞാൻ ജയിച്ചിരിക്കുന്നു. ഇതിനെ എനിക്ക് നേരത്തെ ഞാൻ പറഞ്ഞില്ല ഗൈസ്, ഞാൻ ജയിക്കുമെന്ന്. അവനെ കൊണ്ട് പറ്റത്തില്ല. ഇവന് വയറ്റിലോട്ടാണ് പോകുന്നത് എനിക്ക് സംശയം. കാരണം ഇത്രയും ഈ വെയിലത്ത് ഒരു വെള്ളം പോലും ഇല്ല. നിങ്ങൾക്ക് കാണാം ഇവിടെ ടേബിൾ ഒരു വെള്ളം പോലും വെച്ചിട്ടില്ല. വെള്ളം പോലും ഇല്ലാതെ ഇത്രയും ചൂടായിട്ട് കൊണ്ടുവന്ന സാധനം എങ്ങനെ കഴിച്ചു എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഇത് കഴിക്കുമ്പോൾ തന്നെ വയറ്റിന് എന്തോ പോലെ വരുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾ ഒരിക്കലും ചിരിക്കില്ല. കാരണം നിങ്ങൾക്കൊരു ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ആയിട്ടുള്ള ഒരു എന്താ പറയുന്നത്, നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ അറിയാം എന്തുമാത്രം ബുദ്ധിമുട്ടാണ് ഇത്. അപ്പം നിങ്ങളാരും ഈ ഒരു വീഡിയോ തള്ളിക്കളയില്ല. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലുള്ള ട്രില്ലിംഗ് ആയിട്ടുള്ള ചാലഞ്ചുമായിട്ട് തിരിച്ചു വരാം. അപ്പോൾ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഇത് നട്ടുച്ചയ്ക്കാണ് എടുത്തത്, 1 മണിക്കാണ് എടുത്ത വീഡിയോ ആണത്. അപ്പം ഇത് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ആ ടേബിളിൻ്റെ മേളിൽ ഒരു വെള്ളം പോലും ഇരിപ്പിയില്ല. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ നൂഡിൽസ് തിന്ന് തീർക്കാൻ തന്നെ. നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പം ഇതാണെങ്കിൽ എൻ്റെ കസിന് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോകുകയായിരുന്നു, ഫുഡ് ചാലഞ്ചിൻ്റെ. അവൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ടി ഷൂട്ട് ചെയ്ത വീഡിയോ ആണിത്. അപ്പോൾ അവൻ ചാനൽ തുടങ്ങുന്നത് ഇപ്പം പ്ലാൻ ഒന്ന് മാറ്റി. അവൻ തുടങ്ങുന്നില്ല എന്ന് ഇപ്പോഴേ തുടങ്ങുന്നില്ലെന്ന് അവൻ പ്ലാൻ മാറ്റിയിട്ടുണ്ട്. അപ്പം അവൻ പറഞ്ഞു ഈ വീഡിയോ നീ എടുത്ത് ഇട്ടോളാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു നൂഡിൽസ് ഈറ്റിംഗ് ചാലഞ്ചാണ് ചെയ്യുന്നത്. അതിനായി നമ്മൾ 10 പാക്ക് കട്ടുക. ഗൈസ് നമ്മൾ പരിസരത്തൊക്കെ കാണാറുണ്ട് യുപ്പി ആണെങ്കിൽ നോൺ സ്റ്റിക്കി ആണെന്ന്. പക്ഷെ ഇതാണ് കണ്ടോ, സ്റ്റിക്കി ആണ് ഗൈസ്. കണ്ടോ, ഇപ്പോൾ ഫ്രഷ് ആയിട്ട് ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ഭയങ്കരമായിട്ട് സ്റ്റിക്ക് ചെയ്താണ് ഇരിക്കുന്നത്.